ജയശ്രീ, ജയശ്രീ, നീ വല്ലതും കഴിച്ചോ? എണീറ്റിരിക്കേ. പഠിക്കുന്ന കാലത്ത് ഒരു പോപ്പ് സിംഗർ ആകാൻ കുറെ കാലം നോക്കി. ഗിത്താറും തൂക്കി നടന്നു. ക്ലിഫ് റിച്ചാർഡ്, എൽവിസ് പ്രീസ്ലി എന്നിവരുടെ ചിത്രങ്ങൾ ചുവരിൽ തൂക്കി. പിന്നെ ആരാധന യഹൂദി മെനൂഹിനുണ്ടായി. ഇതൊരു ഗിഫ്റ്റാണ്. നിന്നെപ്പറ്റി ആ വീട്ടുകാർ വളരെ ബഹുമാനത്തോടെ സംസാരിക്കുന്നത് കേട്ടപ്പോൾ ചിരി ഒതുക്കാൻ കഷ്ടപ്പെട്ടു. ഗതികേടായിപ്പോയി. ഒരു കളവിൽ നിന്ന് രക്ഷപ്പെടാൻ മറ്റൊരു കളവ്. ഇനി ആയുഷ്കാലം മുഴുവൻ ഇവരെ ഒളിച്ചടക്കേണ്ടി വരുമോ എന്നാണ് ഇപ്പൊ ഭയം. സ്ഥിരം ഒരു ഉറക്കം കഴിഞ്ഞില്ലേ? ഇനി നിന്നെപ്പറ്റി എന്തെങ്കിലുമൊക്കെ പറ. ഫോർ എ ചേഞ്ച്. യു ആർ എ നൈസ് ഗേൾ, സ്പോർട്ടീവ് ടൈപ്പ്. എനിക്ക് നിന്നെ ഇഷ്ടമായിട്ടോ? ഈ ലൈഫിൽ നിനക്ക് വിഷമം തോന്നിയിട്ടില്ലേ ചിലപ്പോഴെങ്കിലും? ഞാൻ സീരിയസ് ആയിട്ട് ചോദിച്ചതാ. അറിഞ്ഞിട്ടെന്ത് കാര്യം? ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ. നിനക്ക് മടങ്ങിപ്പോകാൻ തിരക്കുണ്ടോ? ബസ്സിൽ അയച്ചു തരാം. ഒരു കളവൂടെ ഉണ്ടാക്കി പറയണം. ഐ ക്യാൻ മാനേജ് ഇറ്റ്. ഞാൻ മടങ്ങിപ്പോകാൻ വൈകും, അതുകൊണ്ട് പറഞ്ഞതാ. അവള് വന്നോ? വന്നു. അവള് വല്ലതും കഴിച്ചോ ആവോ? വരൂ, കിടക്കാം. എവിടേക്കാ? ടൂറിസ്റ്റ് ഓഫീസില്. ഒരു മാസത്തേക്ക് ആളെ എടുക്കുന്നു. വെറുതെ ക്യൂവിൽ നിൽക്കാം. കിട്ടിയൊന്നുമില്ല. കിട്ടില്ലെന്ന് വിചാരിച്ച് ഒന്നിനും പോകരുത്. എണീറ്റെന്ന് പറയാം.
ചായ ആയിട്ടുണ്ടോ ആവോ? തിരക്കില്ല. പാല് വരാൻ വൈകി, ഇപ്പോഴാവും. പണിയുടെ കാര്യല്ലേ, പ്രാർത്ഥിച്ചു പൊയ്ക്കോ, കിട്ടും. ദാസ് എണീറ്റുണ്ടാവില്ല അല്ലേ? വിളിക്കാം. വേണ്ട, വിവരം അറിയാലോ എന്ന് വെച്ച് മോർണിംഗ് വാക്ക് വഴിയാക്കി. ഛർദി വല്ലാതെ ഉണ്ടോ? സാരമില്ല, ചിലർക്ക് അങ്ങനെയാ, കടിഞ്ഞൂലാവുമ്പോ കൂടും. തലവേദന ഛർദി എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ എന്തോന്ന് വിചാരിച്ചു. പിന്നെയല്ലേ കാര്യം മനസ്സിലായത്. നാളെ തെറ്റിയിട്ട് എത്രയായി? അങ്ങനൊന്നുമില്ല. ഇതത്ര നാണിക്കേണ്ട കാര്യമൊന്നുമല്ല. ദിവസവും രാവിലെ കുളിച്ചു തൊഴുക, 3 മാസം മുടങ്ങാതെ പുരുഷ സൂക്തം ജപിച്ച നെയ് സേവിക്കുക. സ്വത്തും കാര്യങ്ങളും ഒക്കെ നോക്കി നടത്താൻ ആൺകുട്ടി തന്നെ ആവട്ടെ. പതുക്കെ നടന്നോളൂ, ഞാൻ ഒപ്പം എത്തിക്കോളാം. ആണായാലും പെണ്ണായാലും മനസമാധാനത്തോടെ കഴിയാനുള്ള അനുഗ്രഹമാണ് വേണ്ടത്. എന്റെ കുട്ടിയുടെ സ്ഥിതി കണ്ടില്ലേ? ദാസൊന്നും പറഞ്ഞില്ലേ? എന്തോ പറഞ്ഞു. 30 കൊല്ലം തികയും അടുത്ത കന്നിയിൽ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട്. കറുത്തിട്ടൊരു വാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിട്ടില്ല. ആ ദൈവാധീനാ വേണ്ടത്. പെൺകുട്ടികളായാൽ അതെപ്പോഴും പ്രാർത്ഥനയിൽ വേണം കുട്ടി. വ്യായാമം വേണം. പിന്നെ ആണുങ്ങളെ കൊണ്ട് നടക്കാൻ കുറച്ച് തഞ്ചവും തരവും വേണം. എന്റെ അമ്മ പറയും, എല്ലാ സ്വാതന്ത്ര്യവും കൊടുത്തിരിക്കുന്നു അവർക്ക് തോന്നണം. സത്യത്തിലൊന്നും ഉണ്ടാവാനും പാടില്ല. അതാ വേണ്ടത്. ആ, നടക്കട്ടെ. ശ്രീദേവി, പരിഭ്രമിക്കണ്ട, ചോദിച്ചോളൂ. വിസ്താരം തുടങ്ങാം. ഞാൻ ഉദ്ദേശിച്ചത് ചോദിക്കാം. എന്തു? തട്ടിയാൽ ഉടയും എന്ന പോലെ മാറി നടക്കാഞ്ഞാ മതി ആളുകൾ. ഞാനൊരു പളിങ്ക് പാവയാൻ തോന്നിയിട്ടുണ്ടാവും എന്റെ വീട്ടുകാരുടെ മട്ട് കണ്ടാൽ, അല്ലേ? അല്ല, അച്ഛൻ പറഞ്ഞിരുന്നു കുറച്ചൊക്കെ. ഒത്തുതീർപ്പിന് വഴിയൊന്നുമില്ലേ? എന്താ, ഒന്ന് ശ്രമിക്കണമെന്നുണ്ടോ? നോക്കാം. പക്ഷേ ഉപദേശം മാത്രം വേണ്ട. അച്ഛന്റെ, ചേട്ടന്റെ ഒരുപാട് ആളുകളുടെ ഉപദേശം കേട്ടു. ഇനി ഉപദേശം മാത്രം തരരുത്. ഉപദേശമല്ല, ആക്ച്വൽ ആയിട്ടുള്ള പ്രശ്നം പറഞ്ഞാൽ എനിക്കാവുന്നതാണെങ്കിൽ ഞാൻ സഹായിക്കാം. ഐ വാണ്ട് ടു ഹെൽപ്പ് യു. പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വിഷമതകൾ പറഞ്ഞാലല്ലേ? ഒരു വിഷമവുമില്ല. സ്ഥിരം വിഷമതകൾ ഒന്നുമില്ല. പേടിക്കണ്ട. 3-ാം ചേരിയും ഇല്ല. പിന്നെ നീ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ കണക്ക്. പറഞ്ഞിട്ടല്ല, ആ ഭാവം, ദാറ്റ് ഈസ് ടെറിബിൾ. ഒക്കെ തോന്നലാവും. അച്ഛൻ പറഞ്ഞത് ആള് വളരെ വളരെ ജനറസ് അല്ലേ? ഒരു കാര്യം അധികമായാൽ ശ്വാസം മുട്ടും. ആദ്യത്തെ ആഴ്ച ഒരു സിനിമയുടെ കാര്യം പറഞ്ഞുപോയി. പിറ്റേന്ന് വീഡിയോ എത്തി. എന്നെ കാക്കണ്ട. തനിച്ചങ്ങനെ പോകുന്നത് സ്റ്റാറ്റസിന് മോശം. ഇഷ്ടമുള്ളപ്പോൾ വീട്ടിലിരുന്ന് കാണാം. എനി കംപ്ലൈൻസ്? നോ. എന്റെ ഒരു ഗുരുവിന്റെ കച്ചേരി. ആള് സ്ഥലത്തില്ല സമ്മതം ചോദിക്കാൻ. പോയെന്നറിഞ്ഞപ്പോൾ എതിരില്ല. ഏതോ ചെറിയ കൂട്ടർ ചെറിയ സ്ഥലത്ത് നടത്തിയ ഒരു പരിപാടി. അതുകൊണ്ട് സ്റ്റാറ്റസ്. വളരെ വളരെ ചെറിയൊരു വാക്ക്. ഇടയ്ക്ക് ഒന്നു മാത്രം നോക്കിയാൽ മതി. സ്റ്റാറ്റസ്. എല്ലാ ക്ലാസിക് റെക്കോർഡുകളും സ്റ്റീരിയോവും അന്ന് വീട്ടിലെത്തി. എനി കംപ്ലൈൻസ്? നോ. ഇഷ്ടമല്ലേ ശ്രീദേവി? ഓ, ടൈം ടേബിളും ഷെഡ്യൂളും വെച്ച ഇഷ്ടം. ശരിക്കും ഇഷ്ടമാണ്. പോക്കറ്റിൽ കൊണ്ടു നടക്കുന്ന ഒരു കാൽക്കുലേറ്റർ പോലെ, മെമോ ബുക്ക് പോലെ, ജർമ്മൻകാരെ ഇറക്ട് ചെയ്ത് പുതിയ പ്ലാന്റിന്റെ മിഷനറി പോലെ. വളരെ വളരെ ഇഷ്ടം. എനി കംപ്ലൈൻസ്? നോ സർ.
ഞാൻ നിയമം ആലോചിക്കുകയായിരുന്നു. വലിയ വിദഗ്ധനല്ലെങ്കിലും. ഡ്രോയിങ് റൂമിലെ ക്യൂരിയസിന്റെ കൂട്ടത്തിൽ ഒന്നായി നിൽക്കാൻ വയ്യ, അതുകൊണ്ട് പോന്നു. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല, ഞാൻ അങ്ങനെയാ. ചിലപ്പോൾ ശരി ആ ഭാഗത്താവും. യോജിക്കാൻ വയ്യെന്ന് ഉറപ്പായാൽ ഒരു ജോയിന്റ് പെറ്റീഷൻ മതി. അതാ അവിടെ ഉണ്ട്. ഈശ്വര, ഇനി തെളിയാത്ത സ്ഥലമില്ല നിന്നെ. ഞാൻ ആത്മഹത്യ ചെയ്യില്ല, ആരും പേടിക്കണ്ട. ശ്രീദേവിക്ക എനിക്ക് വേണ്ട. റിപ്ലൈ പെയ്ഡാണ്, എന്ന് മടങ്ങുമെന്ന് അറിയാൻ. വിജയശങ്കറിന്റെ സിമ്പിളാണ് മെസ്സേജ്. ഇൻഫോം യുവർ ഡേറ്റ് ഓഫ് റിട്ടേൺ. നോ റിപ്ലൈ. ആഹാ, ഞാൻ ആ പ്രോബ്ലമാണ് സംസാരിച്ചിരുന്നത്. അവൾക്ക് ആരെയും ശരി ബോധിക്കില്ല. ചെറുപ്പത്തിലും ഒരു 10 ആളെ മടക്കി അയച്ചിട്ടാ ഇത് വന്നത്. ചിലർക്ക് സൗകര്യം കൂടി പോയാലും കുഴപ്പ. ഇതിനൊക്കെ ഓടാൻ ഞാനും. കഴിക്കാറായി. മൂപ്പര് വരണത് കാക്കണില്ലെങ്കിൽ ഇരിക്കാം. വരട്ടെ. ഓ, എടോ, താനിവിടെ ഒളിച്ചും പതുങ്ങി നിൽക്കണ്ട. വേണമെങ്കിൽ അകത്ത് വന്നോ. ഓ, നീയാണോ? അകത്ത് വാ. വേണ്ട. വാ. നിനക്ക് ഡാൻസ് ചെയ്യാൻ അറിയും? കുറേശ്ശെ ടൂറിസ്റ്റുകൾ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. Then come on. കുഴപ്പമില്ലതൊന്നും. പക്ഷേ പുറത്തിറങ്ങി നടക്കുമ്പോ ഒരു ടെമ്പററി റോളിലാണെന്ന് മറന്ന് വല്ല കാശുകാരൻ ഞൊടിച്ചു വിളിച്ചാൽ പിറകമായിരുന്നു. നിന്റെ ചോരയിലതുണ്ടല്ലോ. പേടിക്കണ്ട, നിന്നൊന്നും ചെയ്യില്ല, പറയുമില്ല. അവസാന നിമിഷത്തിൽ നിന്നെ എന്നെ ഏൽപ്പിച്ചിട്ട് കടന്നു കളഞ്ഞ റാസ്കലുണ്ടല്ലോ, എന്റെ ചങ്ങാതി, അവന് കൊടുത്തോളാം. പരമേശ്വര, ഊണെടുത്ത് വെച്ചേക്ക്. അവിടെ ഒരു ഗ്ലാസ് വീണ് പൊട്ടി, അതെടുത്ത് കളഞ്ഞേക്ക്.